ഹലോ നമസ്കാരം. ടേസ്റ്റ് ഓഫ് മാവേലിക്കരയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കൊരു സന്തോഷ വാർത്തയുണ്ട്. നമ്മൾ 1K സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുന്നു. എല്ലാവരുടെ സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട്. തുടർന്നും നമ്മൾ ഇതുപോലത്തെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നോൺ വെജ് ഐറ്റമാണ്. ബീഫാണ് ഉണ്ടാക്കുന്നത്, ബീഫ് റോസ്റ്റ്. ഇത് ശരിക്കും നമ്മുടെ അമ്മയുടെ ഒരു സിഗ്നേച്ചർ ഐറ്റം എന്നൊക്കെ പറയാം. അത്രയ്ക്കും ടേസ്റ്റാണ് ഈ ബീഫ് റോസ്റ്റ്. ഓക്കെ, നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മൾ 1 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. ചെറുതായിട്ട് അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫാണിത്. പിന്നെ അതിന് വേണ്ടുന്ന ബാക്കി സാധനങ്ങളെല്ലാം നമ്മളൊരു പ്ലേറ്റിൽ നേരത്തെ അരിഞ്ഞ് വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. ഓരോന്നോരോന്നായിട്ട് പറയാം. ആദ്യം നമുക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ഒരു 2 പച്ചമുളക്, അത് എരിവനുസരിച്ച് നമുക്ക് കൂട്ടാം. പിന്നെ മല്ലിയില, കറിവേപ്പില, ചെറിയ ഉള്ളി 2ആയിട്ട് മുറിച്ചത്, പിന്നെ 2 മീഡിയം സവാള അരിഞ്ഞത്, തക്കാളി, തേങ്ങാക്കൊത്ത്. ഇനി നമുക്ക് എന്തൊക്കെ പൊടിയാണ് വേണ്ടുന്നതെന്ന് പറയാം. ആദ്യമായിട്ട് നമുക്ക് വേണ്ടുന്നത് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, പിന്നെ നമ്മൾ കറുവപ്പട്ട, ഗ്രാമ്പൂ, ബേ ലീഫ് അതെല്ലാം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 സ്പൂൺ മുളക് പൊടി, നല്ല എരിവ് വേണ്ടുന്നവർക്ക് കൂട്ടാം. പിന്നെ ഗരം മസാല, മല്ലിപ്പൊടി, പിന്നെ മീറ്റ് മസാല, ഉപ്പ്, ഇതെല്ലാം കൂടി നമ്മൾ ബീഫിനകത്തോട്ട് ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഒരു അര സവാള നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതുകൂടി നമ്മൾ ഇതിനകത്തോട്ടിട്ട് നന്നായിട്ട് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യുന്നു. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ കുക്കറിൽ വെക്കുന്നു. കുക്കറിൽ നമ്മൾ വെക്കുമ്പം ഒരു 7 വിസിലാണ് നമ്മൾ അടുപ്പിക്കുന്നത്. ആദ്യത്തെ വിസിൽ കഴിയുമ്പോൾ നമുക്ക് തീ കുറച്ച് വെക്കാം. ബാക്കി 6 വിസിൽ അല്ലാതെ നോർമൽ ഒരു മീഡിയം ഫ്ലെയിമിൽ 6 വിസിൽ. നമ്മൾ ചീനിച്ചട്ടി വെച്ചു. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം കടുകിട്ടു, കറുവപ്പട്ട, ഗ്രാമ്പൂ ഇട്ടു. അതിനുശേഷം നമ്മൾ തേങ്ങാക്കൊത്തിട്ടു. തേങ്ങാക്കൊത്ത് ഒരു ചെറിയ ബ്രൗൺ കളർ ആകുന്നത് വരെ നമ്മളിതൊന്ന് റോസ്റ്റ് ചെയ്യണം. ചെറുതായിട്ടൊന്ന് റോസ്റ്റായി കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് ബാക്കിയുള്ള ഓരോരോ സാധനങ്ങളിടാം. ചെറിയ ഉള്ളി ഇട്ടു, സവാള ഇട്ടു. അത് നന്നായിട്ടൊന്ന് ഇളക്കണം. ഒരു ഗോൾഡൻ ബ്രൗൺ ആകുന്നവരെ ഇളക്കാം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു. അത് ഒരുപാട് മസാലക്കുത്ത് ഒന്ന് മാറുന്നവരെ നമ്മളൊന്ന് റോസ്റ്റ് ചെയ്യാണ് വേണ്ടത്. ഒരുപാടങ്ങ് കരിയാൻ പാടില്ല. പച്ചമുളകും ഇട്ട് നമ്മൾ നന്നായിട്ട് റോസ്റ്റ് ചെയ്തു. ഇനി നമുക്കിതിനകത്ത് ഇടാനുള്ളത് തക്കാളിയാണ്. നമ്മളൊരു തക്കാളി അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ തക്കാളി അതിനകത്തോട്ട് ഇടാൻ പോവുകയാണ്. തക്കാളിയും കൂടി ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമ്മൾ നേരത്തെ ഇട്ട കുറച്ച് പൊടിയുണ്ടല്ലോ, അതായത് മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, മീറ്റ് മസാല, അതെല്ലാം നമ്മൾ അതേ അളവിൽ ഒരു സ്പൂൺ അളവിൽ നമ്മൾ എടുത്തതിന് ശേഷം ഇതിനകത്തോട്ട് ഇടുന്നുണ്ട്. നമ്മുടെ കുക്കർ ആവിയൊക്കെ പോയിട്ട് ബീഫ് നന്നായിട്ട് വെന്തിരിപ്പുണ്ട്. നോക്കിക്കേ, ഈ സമയത്ത് വേണമെങ്കിൽ ഇത് കഴിക്കാം. തീരെ ക്ഷമയില്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ വേണമെങ്കിൽ ഇത് കഴിക്കാവുന്നതാണ്. പക്ഷെ നമുക്ക് റോസ്റ്റ് അല്ലേ ഇത്, അപ്പോൾ നമുക്കതുകൊണ്ട് ഇച്ചിരി ഒന്ന് വെയിറ്റ് ചെയ്യാം. നമ്മൾ ആ ഇട്ട പൊടിയിൽ അതേ അളവിൽ നമ്മൾ കുറച്ച് പൊടിയും കൂടി എടുത്തു. അതായത് മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, മീറ്റ് മസാല, ഇതെല്ലാം കൂടി നമ്മൾ 1 സ്പൂൺ അളവിലാണ് എടുത്തിരിക്കുന്നത്. അത് ഈ ഒരു ഉള്ളി, തക്കാളി ആ ഒരു ഇതിനകത്തേക്കിട്ട് നന്നായിട്ടൊന്നുകൂടെ ഒന്ന് വഴറ്റാണ്. നല്ലതായിട്ട് വഴറ്റിയതിന് ശേഷം നമ്മുടെ ബീഫ് അതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞിരിക്കുകയാണ്. അതിലോട്ട് ബീഫ് ഇട്ടു. ഇത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. നല്ല ഒരു ഭയങ്കര സ്മെല്ല് വരുന്നുണ്ട്. സ്ക്രീനൊക്കെ ദേ മറഞ്ഞു, അത്രയ്ക്ക് ആവിയൊക്കെ വന്നു. ഇപ്പം ഒരു 2-3 തിള കഴിഞ്ഞ് കഴിഞ്ഞാൽ വേണമെങ്കിൽ നല്ല ഗ്രേവിയോട് യൂസ് ചെയ്യണം എന്നുള്ളവർക്ക് തീ ഓഫ് ചെയ്തിട്ട് ആ ഒരു ഗ്രേവി എടുക്കാം. പക്ഷെ നമ്മളൊരു ബീഫ് റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് ഈ ഒരു ഗ്രേവിയൊക്കെ ഒന്ന് വറ്റണം. അപ്പോൾ അതുവരെ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. അങ്ങനെ കുറച്ച് സമയം നമ്മൾ അടച്ചു വെച്ചു. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കും. അങ്ങനെ ഇടയ്ക്കൊന്ന് കുറച്ച് ആ ഒരു ഗ്രേവിയൊക്കെ ഒന്ന് പറ്റിയിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ ഒരു പരുവാണ്. അമ്മ ഇങ്ങനെ കൈവിടാതെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇടയ്ക്ക് ഇളക്കും, കുറച്ച് സമയം അടച്ചു വെക്കും. അങ്ങനെയാണിത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അടിയിൽ പിടിക്കാനായിട്ടിത് പാടില്ല. ഇതിപ്പം നല്ല ടേസ്റ്റാണ്, നന്നായിട്ട് വെന്ത് ഇരിക്കുന്നൊരു പരുവാണ്. ഈ ടേസ്റ്റിൽ ഈ ഒരു പരുവത്തിൽ വേണമെങ്കിൽ നമുക്കിത് കഴിക്കാനായിട്ട് എടുക്കാവുന്നതാണ്. പക്ഷേ നമ്മൾ ഇച്ചിരി കൂടി ഒന്ന് റോസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ നമ്മുടെ ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഗ്രേവിയൊക്കെ വറ്റി നല്ല റോസ്റ്റായിട്ടുള്ളൊരു പരുവത്തിലാണ് കിട്ടിയിരിക്കുന്നത്. നമ്മൾ ഇന്ന് ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നമ്മൾ കുറച്ച് കപ്പയും കൂടി വേവിച്ചിട്ടുണ്ട്. കാന്താരിയൊക്കെ ഇട്ട് വേവിച്ച കപ്പയാണ്. അപ്പോൾ നമുക്ക് കപ്പയും ബീഫും കൂടിയാണ് നമ്മളിന്ന് കഴിക്കുന്നത്. അപ്പോൾ നമുക്ക് സെർവ് ചെയ്യാം. നമ്മൾ എടുത്ത് വിളമ്പാണ്. കൂടെ കുറച്ച് കപ്പയുണ്ട്.
ഭയങ്കര ടേസ്റ്റാണ്. നമുക്ക് ഭയങ്കര നല്ല മണമാണ് വരുന്നത്. നമ്മളതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് മോരുകറിയും കൂടെ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇഷ്ടമുള്ള കോമ്പിനേഷൻ വെച്ച് കഴിക്കാം. ബീഫ് തന്നെ കഴിക്കാം, കപ്പ കൂട്ടി കഴിക്കാം, മോരുകറി കൂട്ടി കഴിക്കാം, എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായം പറയുക. നമ്മൾ ടേസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ അമ്മയെ വിളിച്ചിട്ടുണ്ട്. അമ്മ ഇപ്പോൾ ടേസ്റ്റ് ചെയ്യാനായിട്ട് വരുന്നുണ്ട്. അതൊക്കെ ആവിയൊക്കെ പറക്കുന്നുണ്ടോ.